കുറച്ചും കൂടിയൊക്കെ നീങ്ങി നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് പേടിയാണ്. ഞാനോന് ദതിൽ കയറണം. ദതിൽ. ഹലോ ഗായ്സ്, നമ്മൾ ഇന്നൊരു ചെറിയൊരു ട്രിപ്പ് പോവാണ്. ഹെൽസിങ്കി, ഫിൻലാൻഡിൻ്റെ ക്യാപിറ്റലിൽ ഹെൽസിങ്കി. അപ്പം അങ്ങോട്ട് ചെറിയൊരു ട്രിപ്പ് ക്രൂയിസിലാണ് പോണത്. സൺഡേ ഈവനിങ്ങിലാണ് പോണത്. 4:45 നമ്മുടെ ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ 4:15 നമ്മൾ ഇത്ര ലേറ്റാണ് കാരണം വിജയേട്ടൻ ഓടി. വിജയേട്ടനെ കാണാൻ തന്നെ ഇല്ല. ചെക്ക് ഇൻ ചെയ്യണം. ചെക്ക് ഇൻ ടൈം ക്ലോസ് ചെയ്യുക 4:15. അപ്പോൾ വിജയേട്ടൻ കുറച്ച് ഫാസ്റ്റ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് ഇവിടെ ഹെൽസിങ്കിക്ക് മാത്രമല്ല, റീഗ, ടാലിൻ, അങ്ങനെ കുറേ പ്ലേസിലേക്ക് ഈ ക്രൂയിസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ റിട്ടേൺ വരുന്നത് ട്യൂസ്ഡേ ആണ്. നാളെ മോർണിംഗിൽ ഹെൽസിങ്കിയിലെത്തും. അവിടെ ഒരു 7 hours നമ്മൾക്ക് ടൈമുണ്ട്. ദെൻ ഈവനിങ്ങിൽ ആ ക്രൂയിസ് റിട്ടേൺ വരും. ട്യൂസ്ഡേ മോർണിംഗിൽ നമ്മളിവിടെ സ്റ്റോക്ക്ഹോമിൽ തന്നെ തിരിച്ചെത്തും. ലുക്ക്, ഷിപ്പിനുള്ള അനൗൺസ്മെൻ്റ് ആണ്. 15 minutesനുള്ളിൽ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നു. നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി കുഴപ്പമില്ലെങ്കിൽ ചെക്ക് ഇൻ ചെയ്താൽ മതി. വിജയേട്ടൻ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. കുറച്ച് ഫാസ്റ്റ് അവിടെ നിന്ന് ഓടി പോന്നിരുന്നു. നമ്മളപ്പോൾ ബിജോയേട്ടനെ കണ്ടുപിടിച്ചു. ചെക്കിനൊക്കെ ചെയ്ത് ബിജോയേട്ടൻ മിടുക്കനായി നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഫ്ലൈറ്റിൽ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടില്ലേ, അപ്പോൾ ഇതാണ് ക്രൂയിസിൻ്റെ പാസ്. അപ്പോൾ ഇത് സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് ക്രൂയിസിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. നമ്മൾ വന്നപ്പോൾ നല്ല റഷ് ഉണ്ട് അവിടെ. അപ്പോൾ ഞാൻ പറയായിരുന്നു, അയ്യോ എന്തിനാ തിരക്ക് പിടിക്കണത്, നമ്മൾ ലേറ്റൊന്നും അല്ലല്ലോ എന്ന്. കാരണം ഇത്രയ്ക്ക് അധികം ആൾക്കാർ അവിടെ ക്യൂ നിൽക്കണം. പിന്നെയാണ് ആ നഗ്ന സത്യം എനിക്ക് മനസ്സിലായത്. ഇവരൊക്കെ ടാലിനിലേക്ക് പോകാനുള്ള ആൾക്കാരായിരുന്നു. ഹെൽസിങ്കി നമ്മൾ പോണ സ്ഥലത്തേക്ക് ഒരു മനുഷ്യക്കുഞ്ഞില്ലായിരുന്നു. എല്ലാവരും ഷിപ്പിൽ ഓൾറെഡി കയറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ വീണ്ടും ഓടാൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മളെ കൊണ്ടുപോകാണ്ടെങ്കിലും പോയാലോ. ഈ ഷിപ്പിലേക്ക് ലാസ്റ്റ് കയറണം. 5 minutesനുള്ളിൽ ഈ ഷിപ്പിൻ്റെ ഗേറ്റ് ക്ലോസ് ചെയ്യും. പക്ഷെ നമ്മൾ കയറി. നമ്മളെ തോപ്പിക്കാൻ ആർക്കും ആവില്ല. ഒരാൾ പോലും ബാക്കിലില്ല. കഴിഞ്ഞു. നമ്മൾ ഷിപ്പിൻ്റെ ഉള്ളിലാണ്. അടിപൊളി ഷിപ്പാണ് കേട്ടോ. നമ്മളിവിടെ സ്വീഡനിൽ വന്ന ടൈമിൽ ആദ്യമായിട്ട് പോയത് ഈ ഷിപ്പിലായിരുന്നു. ഒരു ക്രൂയിസ് എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് ഈ ഹെൽസിങ്കിയിലേക്ക് പോയ ഈ സീജ ലൈൻ ഷിപ്പിലായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ 2-3 ഇങ്ങനത്തെ ക്രൂയിസിൽ പോയിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ വീണ്ടും വന്ന് കാണാം സെയിം ഷിപ്പിലേക്ക്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യണത്. ഇപ്പോൾ ആ ഷിപ്പിൻ്റെ ഡോറ് ക്ലോസ് ചെയ്യും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണത് ക്ലോസ് ചെയ്തിട്ട് പോകാനായിട്ട്. അവിടെ നമ്മളവിടെ കുറച്ച് നേരം നിന്നു എന്ന് മാത്രം. അവർ ഷിപ്പിൻ്റെ ഡോറൊന്നും ക്ലോസ് ചെയ്തില്ല. നമുക്ക് അത്ര നേരം നിൽക്കാനുള്ള ക്ഷമയില്ലാത്ത കാരണം പിന്നെ നമ്മൾ നമ്മുടെ റൂം കണ്ടുപിടിക്കാൻ വേണ്ടി പോയി. അവരെപ്പോഴെങ്കിലും ക്ലോസ് ചെയ്തിട്ടല്ലേ. എല്ലാവരും ഈ ഷിപ്പിൽ കയറി കഴിയുമ്പോൾ നേരെ അവരുടെ റൂമൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് സെറ്റാവും. അപ്പോൾ നമ്മളും നേരെ അങ്ങോട്ട് തന്നെ പോയി. അപ്പോൾ ഈ കോറിഡോറിൽ കൂടെ പോയിട്ടാണ് നമ്മുടെ ഈ റൂം വരുന്നത് 8th floorലാണ് കേട്ടോ. ഇത് 12 floor വരുന്ന ഒരു ഷിപ്പാണിത്. ഇഷ്ടപ്പെട്ടാ ഫോണാ? അവന് ഫോൺ ഇഷ്ടമായി. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. നമുക്കിങ്ങനെ സീ വ്യൂ ഉള്ള റൂമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ആ വിൻഡോ കൂടെ നോക്കിയാൽ അപ്പുറത്ത് നമുക്ക് ഈ വിശാലമായ കടൽ കാണാം. നമ്മൾ 4 പേരായ കാരണം 4 ബെഡ് അവിടെ ഉണ്ട്. പിന്നെ ഒരു TV ഉണ്ട്, പിന്നെ ചെറിയൊരു ഷെൽഫ്, പിന്നെ ഒരു ടോയ്ലറ്റ്, അങ്ങനെ വരുന്ന ഒരു ഇതാണ്. സൂട്ട് റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് റൂം വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. നമുക്ക് ഈ റൂമാണ് ഇഷ്ടം. നമുക്ക് ഇഷ്ടമല്ല സൂട്ട് റൂമൊന്നും. നമ്മൾ ഈ ഡിസംബറിലാണ് ഈ ക്രൂയിസിൽ പോയത്. അതുകൊണ്ട് തന്നെ ക്രൂയിസിൻ്റെ പുറത്ത് നിന്ന് ആ കടലിൻ്റെ ഭംഗി കാണാനൊന്നും നമ്മൾക്ക് പറ്റില്ല. കാരണം അത്രയ്ക്കും തണുപ്പാണ് പുറത്ത്. നല്ല കാറ്റുമുണ്ട്. ഇങ്ങനെ ഈ ഡിസംബറിലൊക്കെ ഈ പുറത്ത് അധികം ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് അടിപൊളി ഓപ്ഷനാണ് കേട്ടോ ഈ ക്രൂയിസ്. ഈ കിഡ്സിനൊക്കെ പറ്റിയ കുറേ ആക്ടിവിറ്റീസും കുറേ മ്യൂസിക്കൽ ഷോസും ഒക്കെ ഉണ്ട് ഈ ഷിപ്പിൻ്റെ ഉള്ളിൽ. അപ്പോൾ 2 days പിള്ളേർക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും.
ഈ ക്രൂയിസിൻ്റെ ഉള്ളിൽ നമുക്ക് ടാക്സ് ഫ്രീ സ്റ്റോറുകൾ ഉണ്ട് കേട്ടോ. ഈ എയർപോർട്ടിൽ നമ്മൾ കാണില്ലേ ടാക്സ് ഫ്രീ ഷോപ്സ്, അപ്പോൾ സെയിം ഇവിടെ ക്രൂയിസിലുണ്ട്. അപ്പോൾ ആ എയർപോർട്ടിൽ ആ സ്റ്റോറുകളിലുള്ള എല്ലാ ഐറ്റംസും ഇവിടുത്തെ ക്രൂയിസിലെ ഈ സ്റ്റോറുകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും ടാക്സ് ഇല്ലാണ്ട്. പിന്നെ ഈ ക്രൂയിസിൽ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത് യൂറോയിലാണ്. ഇതിൻ്റെയൊക്കെ പ്രൈസ് അവിടെ യൂറോയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ യൂറോപ്പിൽ യൂറോ ആണ്, പക്ഷേ നമ്മുടെ ഈ സ്വീഡൻ, ഫിൻലാൻഡ് അവിടെയൊന്നും യൂറോ അല്ല, ക്രോണറാണ്. സ്വീഡനിൽ സ്വീഡിഷ് ക്രോണറാണ് ഈ ക്യാഷ് ട്രാൻസാക്ഷൻസിന് വരുന്നത്. പക്ഷേ ഈ ക്രൂയിസിൽ യൂറോ ആണ്. അതുകൊണ്ട് വലിയ പ്രത്യേകതയൊന്നുമില്ല, പക്ഷേ യൂറോ ആണെന്ന് മാത്രം. ആക്ച്വലി ക്രൂയിസിൻ്റെ ഉള്ളിലെ ടാക്സ് ഫ്രീ സ്റ്റോർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഇതൊരു ചെറിയ സ്റ്റോർ ആയിരിക്കും, ചെറിയൊരു ഏരിയ ആയിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് തെറ്റിദ്ധരിക്കാം. പക്ഷേ ഇത് ചെറിയൊരു ഏരിയ ഒന്നുമല്ല. ഇപ്പോൾ എയർപോർട്ടിലൊക്കെ കാണുന്ന പോലെ ടാക്സ് ഫ്രീ സ്റ്റോർ കാണുന്ന പോലെ ഭയങ്കര വലിയൊരു ഏരിയയിലാണ് ഈ ഫുള്ള് ഈ സ്റ്റോറുകൾ വന്നിരിക്കുന്നത്. കുറേ ഷോപ്സുകളും ഒക്കെ ആയിട്ട് ഇത് വലിയൊരു ഏരിയ ആണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ലുലു മോൾ എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം. ആക്ച്വലി ഈ ക്രൂയിസിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്താൻ ഒരു 10 മിനിറ്റെങ്കിലും വേണം. ഇപ്പം നമ്മൾ ഈ ടാക്സ് ഫ്രീ സ്റ്റോറിൽ നിന്ന് ഈ മ്യൂസിക്കൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന സൈഡിലേക്ക് വന്നിക്കാണ്. ഇപ്പോൾ 9 o'clock മ്യൂസിക്കൽ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണത്. ഓരോ സമയത്താണ് ഓരോ പ്രോഗ്രാംസ്. ഇപ്പോൾ കിഡ്സിൻ്റെ ആക്ടിവിറ്റീസ് ഒരു ടൈമിലാണെങ്കിൽ വേറൊരു ടൈമിലായിരിക്കും ഈ മ്യൂസിക്കൽ ഷോസൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടൈമൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ പോണത് കസിനോയുടെ ഒക്കെ ഭാഗത്താണ്. അതിനപ്പുറത്ത് തന്നെ കിഡ്സിൻ്റെ കുറച്ചിങ്ങനെ ഗെയിംസൊക്കെ ഉണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ടൈം പോണത് നമ്മൾക്കറിയില്ല. ഇങ്ങനെ കിഡ്സിൻ്റെ ഈ ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം കേട്ടോ. ഷിപ്പിലേക്കുള്ള ടിക്കറ്റിൻ്റെ കൂടെ ഇതൊന്നും ഇൻക്ലൂഡഡ് അല്ല. ഇതിൽ ഫുഡ് വേറെ, ഈ ആക്ടിവിറ്റീസ് വേറെ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം. നെക്സ്റ്റ് മ്യൂസിക്കൽ പെർഫോമൻസ് ആണ്. അപ്പോൾ നമ്മളൊരു നല്ലൊരു സ്ഥലമൊക്കെ പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അടുത്ത് തന്നെ നമ്മൾക്ക് ജ്യൂസ്, ഡ്രിങ്ക്സ് എന്ത് വേണമെങ്കിൽ വാങ്ങിക്കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് കഴിച്ച് ഈ പരിപാടികളൊക്കെ നമുക്ക് ആസ്വദിക്കാം. അപ്പം നമ്മൾ ജ്യൂസും ഡ്രിങ്ക്സും ഒക്കെ വാങ്ങി പിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കുറച്ച് കിഡ്സിനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ദേ എല്ലാ കിഡ്സും അവിടെ പോയി ചാടി മറിയുന്നുണ്ട്. ഞാനും എൻ്റെ കിഡ്സിനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ അടിപൊളി പെർഫോമൻസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത് നെക്സ്റ്റ് ഡേ ആണ്, നെക്സ്റ്റ് ഡേ മോർണിംഗ്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണതാണ്. നേരൊക്കെ വെളുത്ത് വരുന്നേ ഉള്ളൂ.
എനിക്ക് ഈ ഷിപ്പിൻ്റെ ഡെക്കിൽ പോയി നിന്നിട്ട് ആ കടലൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് പറ്റിയൊരു ടൈമല്ല. ഒന്നാമത് വിൻ്ററാണ്, പിന്നെ നല്ല കാറ്റുണ്ട്. ശരിക്കും നമുക്ക് പേടിയാവും അവിടെ ചെന്ന് നിൽക്കുമ്പോൾ. ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോയത്. പക്ഷേ ഭയങ്കര കാറ്റ്, നമ്മൾ നിന്നോടത്തുനിന്ന് മൂവ് ചെയ്യണ് അത്രയ്ക്കും കാറ്റ്. അപ്പോൾ അവർ ബിജോയേട്ടനപ്പോൾ നൈനൂനും ഉണ്ണീനെയും കൊണ്ട് അകത്തേക്ക് പോയി. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ പോയി നിന്ന് എൻ്റെ ആശ തീർത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം ഒന്ന് നിന്നതാണ്. കുറേ നേരം നിൽക്കാൻ പറ്റില്ല, നമുക്ക് പേടിയാവും. ആക്ച്വലി കുറച്ചും കൂടിയൊക്കെ നീങ്ങി നിൽക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പേടിയാണ്. നല്ല കാറ്റ് വീശുന്നുണ്ട്, നമ്മൾ നിൽക്കണോടത്തുനിന്ന് ഇങ്ങനെ മൂവ് ചെയ്യണം. അപ്പം ഞാൻ അങ്ങനെ ക്ലോസ് ആയിട്ട് പോകും. ഞാൻ തന്നെ ജസ്റ്റ് ഇങ്ങനെ മൂവ് ആവും, നല്ല കാറ്റ് വീശുന്നുണ്ട്. കടലിലെ കാറ്റ് കൊണ്ട് തെറിച്ച് വീഴാത്ത കാരണം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റി. അപ്പം നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഈ ക്രൂയിസിൻ്റെ എൻട്രി ടിക്കറ്റിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് അല്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യണം. നമുക്ക് പിന്നെ വിശപ്പിൻ്റെ അസുഖമുള്ള കാരണം നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇൻക്ലൂഡഡുള്ള ടിക്കറ്റാണ് എടുത്തത്. നമ്മളിവിടെ ഹെൽസിങ്കിയിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഷിപ്പ് അവിടെ ഷിപ്പ് പാർക്ക് ചെയ്യാം. നമ്മൾ ആക്ച്വലി ഹെൽസിങ്കിയിലേക്ക് ക്രൂയിസിൽ തന്നെ സെക്കൻഡ് ടൈമാണ് വരുന്നത്. ഫസ്റ്റ് ടൈം നമ്മളിവിടെ സ്വീഡനിൽ വന്ന സമയത്ത് നൈനൊക്കെ ചെറുതായിരുന്ന സമയത്ത് നമ്മൾ വന്നിട്ടുണ്ട്. അന്നായിരുന്നു ഫസ്റ്റ് ടൈം നമ്മൾ ഈ ക്രൂയിസിലും കയറിയത്. അന്ന് ഒരു സൂപ്പർ എന്നായിരുന്നു. അതൊരു ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. അന്ന് നമ്മൾ ഹെൽസിങ്കിയിൽ വന്നത് ഒരു സമ്മർ ടൈമിലായിരുന്നു, ഒരു മെയ്യിലൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ ഡക്കിലൊക്കെ പോയി നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഭയങ്കര തണവായ കാരണം നമുക്ക് പോകാൻ പറ്റില്ല. നമ്മളിവിടെ 8th ഫ്ലോറിലാണ് കേട്ടോ നമ്മുടെ റൂം. ഇവിടെ ഇതൊക്കെയാണ് റൂം. (8620) അതാണ് നമ്മുടെ റൂം. നമ്മുടെ റൂമിൽ എത്തും. ഇത് എന്തിനാണ് ഞാനിങ്ങനെ നടക്കണേന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്തോ ഒരു റീല് പിടിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണത്. എൻ്റെ ഒരു കാര്യം. ഇനി നമ്മൾക്കൊന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ടൊക്കെ വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി ഷിപ്പ് കുറച്ച് നേരമായി ഇവിടെ ലാൻഡ് ചെയ്തിട്ട് നമ്മൾ പുറത്തിറങ്ങണേ ഉള്ളൂ. ഇപ്പോൾ ഇതൊക്കെ ക്ലോസ് ആയിട്ടാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ നേരത്തെ കണ്ട സൂപ്പർ ടാക്സ് ഫ്രീ സൂപ്പർ മാർക്കറ്റൊക്കെയാണ് ക്ലോസ് ചെയ്തു. ഇനി ഇതൊക്കെ ഈവനിങ് ആയിട്ടെങ്കിൽ ഓപ്പൺ ആക്കുള്ളൂ. ഇവിടെ നിന്നൊരു 4:45 ഞങ്ങളാണ് ഈ ഷിപ്പിന് സ്റ്റോക്ക്ഹോമിലേക്ക് റിട്ടേൺ പോണത്. ഇനി ആ ടൈം ആകുമ്പോഴതൊക്കെ ഓപ്പൺ ആക്കുള്ളൂ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്നാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. അപ്പം നമ്മൾ നേരെ ഇനി ഷിപ്പിൽ നിന്ന് പുറത്ത് കടന്ന് കുറച്ചിങ്ങനെ ഹെൽസിങ്കി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. വലിയ കാര്യമായിട്ടൊന്നും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾക്ക് പ്ലാനില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തണുപ്പിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഷിപ്പിൻ്റെ അകത്തേക്ക് തന്നെ തിരിച്ച് കയറും. നമ്മൾ ക്രൂയിസിൽ സമ്മറിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഒരു പ്ലേസിലെത്തിയിട്ട് ഷിപ്പിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. കാരണം ഒരു 7 hours നമ്മൾ അവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് മാക്സിമം അവിടെ എക്സ്പ്ലോർ ചെയ്യണമല്ലോ. ഇപ്പോൾ ഹെൽസിങ്കിയിലേക്ക് നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നല്ല വിൻ്റർ അല്ലേ, അപ്പോൾ നമുക്ക് അവിടെ പുറത്ത് കറങ്ങുക എന്നൊരു ഉദ്ദേശമേ നമുക്കില്ല. പിന്നെ എത്ര നേരമാണ് ഈ ഷിപ്പിൽ ഇരിക്കുക എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് പുറത്ത് കറങ്ങാൻ പോണതാണ്. അത് കാരണം നമുക്ക് ഒരു ധൃതിയുമില്ല. നമ്മൾ പതുക്കെ ആടിപ്പാടിയൊക്കെയാണ് പുറത്തേക്ക് പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷിപ്പ്. നമ്മൾക്ക് നല്ല വെളിച്ചത്ത് കാണാം. വന്നപ്പോൾ ഇരുട്ടല്ലേ ആയിരുന്നത്, പകുതിയെ പക്ഷേ കാണാൻ പറ്റുന്നുള്ളൂ. ഇത് ഹെൽസിങ്കിയിലെ വിശേഷവും പിന്നെ നമ്മൾ റിട്ടേണിങ് സ്റ്റോക്ക്ഹോമിലേക്ക് പോകുമ്പോൾ ഷിപ്പിൽ നമുക്ക് അടിപൊളി ഒരു ഗ്രാൻഡ് ബഫറ്റ് ഉണ്ട്. അപ്പോൾ ആ വിഭവസമൃദ്ധമായ വിശേഷവും അടുത്ത പാർട്ട് 2 അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ വീഡിയോ ഇങ്ങനെ നീണ്ടു പോകും. ഓക്കെ, താങ്ക് യു.